ായ ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ 2 കുട്ടികളുമാണ്. അങ്ങനെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി. ഇന്ത്യ പാകിസ്ഥാൻ ഭായി ആയിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ പാകിസ്ഥാൻ നമ്മുടെ പരമശത്രുവാണെന്നും പാകിസ്ഥാനിൽ ജനിച്ചു പോയവരും വളർന്നു പോയവരും ജീവിക്കുന്നവരും ഒക്കെ നമ്മുടെ ശത്രുക്കളാണെന്നുമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ചിന്തകളിൽ അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിലെ മനുഷ്യരും ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണക്കായ മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവർ തമ്മിൽ എന്ത് ശത്രുതയാണുള്ളത്? അവരെ എന്താണ് ഇവർ ഉപദ്രവിച്ചത്? ഭരണാധികാരികൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു ചില താല്പര്യങ്ങളുടെ പേരിൽ ആക്രമണങ്ങൾ നടത്തുന്നു, യുദ്ധങ്ങൾ നടത്തുന്നു. നാട്ടിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി, നാട്ടിൽ കൈയടി കിട്ടുന്നതിന് വേണ്ടി, നാട്ടിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകളിൽ ഈ പാവം മനുഷ്യർ പെട്ടുപോകുകയല്ലേ? ഈ പാകിസ്ഥാനികൾക്കൊന്നും നമ്മളോടൊന്നും ഒരു വൈരാഗ്യമില്ലെന്ന് മാത്രമല്ല, അത്ഭുതാദരവോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. മനുഷ്യനെ കാണുന്നത് പോലെ, സഹോദരങ്ങൾ എന്ന പോലെ നമ്മളോട് പെരുമാറുകയാണ്. ഈ പാകിസ്ഥാനികൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പലഹാരങ്ങൾ ഞങ്ങൾക്കൊക്കെ വിതരണം ചെയ്യും.